ഹലോ ഗൈസ്, ജിതിനാണ് ഈ ഒരു സ്പിരിച്വൽ ബഡി. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിരുന്നു, 4 യുഗത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. പോൾ ചെയ്ത് എല്ലാവരും ചെയ്യണം എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ്. ആക്ച്വലി എനിക്കും ചെയ്യണം എന്ന ആഗ്രഹമുള്ളൊരു വീഡിയോ കൂടിയാണ്. നമുക്ക് 4 യുഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് മനുഷ്യകുലത്തിന്. അതിനകത്ത് ആദ്യത്തെ യുഗം സത്യയുഗ്. അതിനകത്ത് വിഷ്ണുവിൻ്റെ അവതാരമായ നരസിംഹമാണ് ആ യുഗത്തിലുണ്ടായിരുന്നത്. അറിയാലോ, നരസിംഹമൂർത്തി. അതിനുശേഷം വന്ന യുഗമാണ് ത്രേതായുഗ്. അതായത് നമ്മുടെ രാമൻ അല്ലെങ്കിൽ ശ്രീരാമസ്വാമി ഉണ്ടായ സമയം. അതിനുശേഷം വന്നതാണ് ദ്വാപരയുഗം. ശ്രീകൃഷ്ണൻ, നമ്മുടെ എല്ലാവരുടെയും ശ്രീകൃഷ്ണൻ ഉണ്ടായ യുഗം. അതിനുശേഷമാണ് കലിയുഗം, അതായത് നമ്മളിപ്പം നിൽക്കുന്ന യുഗം. ഈ 4 യുഗങ്ങളും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കണം. കാരണം ഈ 4 യുഗം തമ്മിലും യുഗങ്ങളും ഇന്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ എന്നല്ല ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞുതരാം. അതായത് സത്യുഗിൽ ഒരാൾ അല്ലെങ്കിൽ ഒരാളുടെ ആയുസ് എന്ന് പറയുന്നത് 1,00,000 കൊല്ലമായിരുന്നു. ഓക്കെ, ഇനി ത്രേതായുഗം ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആയുസ് എന്ന് പറഞ്ഞത് 10,000 ഇനി ദ്വാപരയുഗമായി കഴിഞ്ഞപ്പോൾ 1000 ഇനി നമ്മുടെ കലിയുഗം ആയി കഴിഞ്ഞപ്പോൾ 100 പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം നമ്മളാരും 100 കൊല്ലമൊന്നും ജീവിക്കുന്നില്ല. സെഞ്ചുറി അടിക്കൽ എന്നൊക്കെ പറയുന്നത് വൻ ടാസ്കുള്ള സംഭവമാണ്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ആ ലോജിക്ക് നോക്കൂ, ആ ഒരു പാറ്റേൺ ഒന്ന് നോക്കൂ. അതായത് 1,00,000 ഒരു പൂജ്യം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 10,000 10,000 ഒരു പൂജ്യം കട്ട് കഴിഞ്ഞപ്പോൾ 1000 1000 ഒരു പൂജ്യം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 100 ഓക്കെ, ഈ 4 യുഗത്തിലും 4 രാക്ഷസന്മാരുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ രാക്ഷസന്മാരാരൊക്കെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തിൽ ഹിരണ്യകശിപ് അല്ലെങ്കിൽ ഹിരണ്യ. പുള്ളീൻ്റെ മാറ് പിളർന്നാണ്, അതായത് നരസിംഹമൂർത്തി ഒരു തൂണ് പൊളിച്ച് ഒരാളുടെ മാറ് പിളർന്ന് കൊന്നു എന്നൊക്കെ പറയണില്ലേ, ഹിരണ്യ. ഓക്കെ, അതേപോലെ നമ്മുടെ ത്രേതായുഗത്തിലെത്തി കഴിഞ്ഞപ്പോൾ രാവണൻ, 10 കൊല്ലമുള്ള രാവണൻ വന്നു. ഇനി ദ്വാപരം വന്നു കഴിഞ്ഞപ്പോൾ കംസൻ, നമ്മുടെ കൃഷ്ണൻ്റെ അമ്മാവൻ. ഇനി കലിയുഗം വരുമ്പോൾ അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഞാൻ പറഞ്ഞുതരാം. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്, ഇനി മുന്നത്തെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹിരണ്യ, സാൻസ്ക്രിറ്റിലോട്ട് ഹിരണ്യ എന്ന് പറയുമ്പോൾ 4 അക്ഷരമാണ്. രാവണൻ സാൻസ്ക്രിറ്റിലോട്ട് വരുമ്പോൾ 3 അക്ഷരമാണ്. ഓക്കെ, ഇനി കംസഹ എന്ന് പറയുന്നത് നമ്മുടെ സാൻസ്ക്രിറ്റിലോട്ട് വരുമ്പോൾ 2 അക്ഷരമാണ്. അതും ശ്രദ്ധിച്ചോ, 4, 3, 2. ഇനി കലിയുഗത്തിലൊരു രാക്ഷസനുണ്ട്. ആ രാക്ഷസൻ ആരാണെന്ന് പറയട്ടെ, നമ്മൾ തന്നെയാണ്, അഹം. ഓക്കെ, അപ്പം നോക്കി, 4, 3, 2, 1. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം, നമ്മളെങ്ങനെ രാക്ഷസന്മാരായെന്നല്ലേ, ഞാൻ അതും കൂടി ഞാൻ പറഞ്ഞുതരാം. പണ്ടൊക്കെ, അതായത് സത്യയുഗം, ത്രേതായുഗ്, ദ്വാപരയുഗ്, ഈ യുഗങ്ങളിലെല്ലാം രാക്ഷസന്മാർ പുറത്തോട്ട് വന്ന് ഈ പറഞ്ഞ പോലെ യുദ്ധങ്ങൾ ഏർപ്പെട്ടിരുന്നു. അതായത് ഭഗവാന്മാരായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടു. പക്ഷേ കലിയുഗത്തിൽ അത് നടക്കില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് കളിക്കുക. എങ്ങനെ? നമ്മുടെ മനസ്സിനെ വ്യതിചലിപ്പിച്ച് നമുക്കിട്ട് പണിയുന്നു. അങ്ങനെയാണ് ഈ യുഗത്തിൽ നമ്മൾ തന്നെ രാക്ഷസന്മാരായിട്ട് ചിത്രീകരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കി, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണക്റ്റഡ് ആവും നിങ്ങൾക്ക്. അതായത് നമ്മളെ തന്നെ കണ്ടെത്തുക, നമ്മുടെ ഉള്ളിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാറ്റുക. അതായത് നമ്മുടെ ഉള്ളിലെ രാക്ഷസത്തെ തന്നെ നമ്മൾ മാറ്റിയിട്ട് നമ്മളിങ്ങനെ ദൈവമായി നോക്കുക. അതായത് ഈ യുഗത്തിൽ, കലിയുഗത്തിൽ നമ്മൾ തന്നെയാണ് ദൈവം. ഓക്കെ, നമ്മൾ തന്നെയാണ് രാക്ഷസനും. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ലോജിക്ക് മനസ്സിലായെന്ന് കാണുന്നു, വിചാരിക്കുന്നു. അതേപോലെ വേറൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയും കൂടി ഉണ്ട്. ഞാനത് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം, കാരണം ലെങ്തി വീഡിയോസ് ആക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ.